ഹായ് ഹലോ എവ്രി വൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സിൻ്റെ ഇൻട്രാഡേ ലെവൽ ഡിസ്കസ് ചെയ്യാറുണ്ട് ഫോർ ലേണിംഗ് പർപ്പസ്. ഓക്കെ, സോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റിയുടെ ആണ്, ഞാൻ അനാലിസിസ് ചാർട്ട് എടുത്തേക്ക് തന്നെയാണ്. ഓക്കെ, ഇതിപ്പോൾ പ്ലെയിൻ ചാർട്ടാണ്. ഇന്നലത്തെ നമ്മൾ ഡിസ്കസ് ഒന്നും ചെയ്യാനില്ല, കാരണം ലാസ്റ്റത്തെ ലെവൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ബ്രേക്ക് ചെയ്തിട്ടാണ് താഴെ ഇപ്പോൾ ക്ലോസിങ് അയക്കുന്നത്. ആയിട്ട് ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് എനിക്ക് ഒരു ബിയറിഷ് സൈൻ, ഒരു ബിയറിഷ് ഇതായിട്ടാണ് തോന്നുന്നത്, കുറച്ചുകൂടി വീക്ക്. അപ്പോൾ എത്ര വലിയ ഹ്യൂജ് ഫോൾ വരുമെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പിന്നെ നമ്മളെ ഈ ഒരു സംഭവം 2 ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ക്രാഷ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്രാഷ് ശരിക്കും ഞാൻ ഇവിടെയാണ് എക്സ്പെക്റ്റ് ചെയ്തത് കേട്ടോ, ഈ ഒരു ഏരിയയിലാണ്. ബട്ട് അവർ എന്ത് ചെയ്തു, പ്രൈസ് കുറച്ചുകൂടി മുകളിൽ കൊണ്ടുപോയിട്ടാണ് ആ ഒരു ക്രാഷ്. സോ ഒരു മീൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഇവിടുന്ന് ആ ലെഗ് വന്നില്ല, കുറച്ചുകൂടി മുകളിൽ കൊണ്ടുപോയിട്ടാണ് ലെഗ് ചെയ്തത്. ഞാൻ ക്ലിയർ പറയുള്ളൂ, കാരണം എന്താ വെച്ചാൽ എനിക്ക് അതൊരു ഹിഡൻ മറിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 2 ദിവസം മുന്നേ ആണ്, മീൻസ് 3 ദിവസം മുന്നേ ആണ് ക്രാഷ് എന്ന് പറഞ്ഞ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പ്രൈസ് അറൗണ്ട് 25,000 ആ 25,100 ആ ഒരു റേഞ്ചിലായിരുന്നു. പിന്നെ ഇവിടുന്ന് കുറച്ചുകൂടി സ്പൈക്ക് തന്നിട്ട് താഴേക്ക് വന്നപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് അങ്ങനെയാണ്, ആ വീഡിയോ ഉണ്ടാക്കിയത് ഞാൻ അങ്ങനെ ആയിരുന്നു. ബട്ട് അവർ കുറച്ചുകൂടി മുകളിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ ഒരു ലെഗ് ക്രാഷ് എന്ന് പറഞ്ഞ ലെഗ്. ബട്ട് ഇത് ക്രാഷ് ഞാൻ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ക്രാഷ് മീൻസ് എൻ്റെ ഉദ്ദേശം ഒരു ലെഗായിരുന്നു, റൈറ്റ്? ആ ലെഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരെ താഴെ വരെയാണോ ഉദ്ദേശിക്കുന്നത്, ഈ ട്രെൻഡ് ലൈൻ്റെ ആ ഏരിയ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് എടുക്കും. അത് 25,600 ആണോ 500 ആണോ എങ്ങനെയാണ് കറക്റ്റ് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ബട്ട് നമുക്കിനി നോക്കാം. ഇനി മുമ്പിൽ കുറച്ചുകൂടി ഇനി നമുക്ക് ഒരു താഴേക്കൊരു ഡിപ്പ് കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. അത് എപ്പോഴാണ്, ഫസ്റ്റ് ഇവിടെ നിന്ന് ഞാൻ ഒരു ബൗൺസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കത് പറയാം. ഫസ്റ്റ് നിങ്ങൾ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇത് 1 hour ചാർട്ടാണ്. ഞാൻ ബൗൺസ് എന്തിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഫിബ് റിട്രേസ്മെൻറ്റ് എടുക്കാം. നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ്, ടോപ്പ് പിടിക്കാം. ഓക്കെ, ആൻഡ് ദ ലേറ്റസ്റ്റ് ലോ, റൈറ്റ്? എന്താ ലേറ്റസ്റ്റ് ലോ അടിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇതല്ലേ, മനസ്സിലായല്ലോ? ടോപ്പ് ഇതാണ് എന്താ ലേറ്റസ്റ്റ് ലോ. നമ്മൾ ഫിബൊനാച്ചി ബേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ഫുള്ള് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ പിന്നെ ചെയ്തേക്കാം. ഒന്നുകൂടി ഒന്ന് നോക്കുക എങ്ങനെയാണ് ഞാൻ ഫിബ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ ഈ ഒരു സോൺ കറക്റ്റ് 1 hourൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് 24,780 ആണ്. ഇവിടെ നേരത്തെയും കുറേ പ്രൈസ് ഇവിടെ സസ്റ്റെയിൻ ചെയ്തായിരുന്നു, ഇതിൻ്റെ അബവ് റെസിസ്റ്റൻസ് എടുത്തു, പിന്നെ അതിന് മുകളിൽ സസ്റ്റെയിൻ, എന്നിട്ടാണ് ഒരു മൂവ് കിട്ടിയത്. സോ ഇന്ന് നമ്മുടെ നോക്കുകയാണെങ്കിൽ ഇന്നത് എക്സാക്റ്റ് അതിൻ്റെ അടുത്താണ്. എക്സാക്ട് ലോ അടിച്ച് 24,780 എന്ന് പറയാം. നമ്മളത് മാർക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ, 24,780, റൈറ്റ്? യെസ്, ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു ഗ്രീൻ ആയിട്ട്. ഇപ്പോൾ സപ്പോർട്ടായിട്ടാണല്ലോ ഗ്രീൻ, കാരണം പ്രൈസ് ഇതിൻ്റെ അബവാണ്. സോ ഗ്രീൻ ആയിട്ടാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് വെക്കുന്നത്, റൈറ്റ്? സോ ഇവിടെ നിന്ന് ഞാൻ ആദ്യം ഒരു എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബൗൺസാണ്. ആ ബൗൺസ് എവിടെ വരെ കൊണ്ടുപോകുന്ന ആണ് നമുക്കിപ്പോൾ ഒരു ഡൗട്ട്. ഓക്കെ, ആ ബൗൺസ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഫീൽ ചെയ്ത് തന്നെ ആയിരിക്കും 25,000 ആൻഡ് 25,050. ഓക്കെ, അത് ഏതാ നമ്മുടെ ഇതിൻ്റെ മുകളിൽ ഫിബൊനാച്ചിൻ്റെ 0.786 ഈ ഒരു ഇഷ്യൂ, റൈറ്റ്? അത് 25,000 ആക്കിക്കോ, റൗണ്ട് നമ്പർ 25,000 to 25 വരെ പോകാനുള്ള ചാൻസസ് ആണ് ആ എക്സാക്റ്റ് ബൗൺസ് വന്നാൽ. ദാറ്റ് മീൻസ് പ്രൈസ് ഇതിൻ്റെ ബിലോ, ഈ സപ്പോർട്ട് ലെവൽ 24,780, ഇതിൻ്റെ ബിലോ ക്ലോസ് ചെയ്താൽ വീക്ക്നെസ് തുടങ്ങും. 24,600 ലെവൽ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇത് ബ്രേക്ക് ചെയ്താൽ താഴേക്ക് വീക്ക്നെസ് തുടങ്ങും. ബട്ട് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ അബവ്, ഇത് ലോ ബ്രേക്ക് ചെയ്യാതെ ഇതിൻ്റെ അബവ് നിന്നാൽ ദെൻ എക്സ്പെക്റ്റിംഗ് ആണ് പ്രൈസ് ഫസ്റ്റ് ഇത് റീട്രേസ്മെൻറ്റ് എടുക്കാൻ പോകും. ഓക്കെ, 25,000 25,025 അവിടെ വരെ ബൗൺസ് എടുക്കും എന്നാണ് എൻ്റെ ഒരു അത് എക്സ്പെക്റ്റിംഗ് ആണ്, റൈറ്റ്? ഞാനിവിടെ ട്രേഡ് ഒന്നും തരുന്നില്ല, ഞാൻ ലോജിക് ഒന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇനി ഫിബൊനാച്ചിട്ട് നമ്മുടെ ഇത് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ റീസൺ, RSI 50 മിനിറ്റ്സിൽ നമ്മൾ പോയി നോക്കുവാണെങ്കിൽ RSI ഇപ്പോൾ ഓവർ സോൾഡിലാണ്, പ്ലസ് ഒരു ഡൈവർജൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റൈറ്റ്? സോ ആ ഏരിയ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ആ ഏരിയ ഒരു ബൈങ് മീൻസ് അവിടെ നിന്ന് ഒരു ബൗൺസ് ആണ് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ബാക്കി മൺഡേ ഓപ്പണിംഗ് എങ്ങനെയാണ്, US മാർക്കറ്റ് എങ്ങനെയാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ആ ബേസിലായിരിക്കും മൺഡേ ഓപ്പണിംഗ്. ഓക്കെ, പിന്നെ ബൈ ചാൻസ് ഇനി ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ലെവൽ നമ്മൾ വരുന്നത് 24,610. എന്തിനെ നമ്മുടെ ഇവിടുന്ന് ഈ ഒരു വിഗ് ഫുൾ ബൈങ് സോൺ ആയിരിക്കുള്ളൂ, ആ ഒരു സപ്പോർട്ട് സോൺ ആയിരിക്കുള്ളൂ. ഓക്കെ,
ഈ ഒരു വിക്ക്, ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഞാനൊരു സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇതിൻ്റെ ഈ വിക്ക് ഇതൊരു സപ്പോർട്ട് സോണായിട്ട് മാറും. സോ മൺഡേ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം നമ്മൾ. ഓക്കെ, യെസ്, ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് വെക്കണം. ആക്ച്വൽ സപ്പോർട്ട് 24,610 തന്നെ വരുള്ളൂ. അവിടെ വന്നാൽ പിന്നെ എന്തായിരിക്കും, മീൻസ് ബൈ ചാൻസ് പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്താൽ അപ്പോൾ ഈ ട്രെൻഡ് ലൈനിൻ്റെ ഇവിടെയും സിങ്ക് ചെയ്യും. മനസ്സിലായോ? ട്രെൻഡ് ഇത് ബ്രേക്ക് ചെയ്താൽ താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ സപ്പോർട്ടായിട്ട് മാറുമെന്ന് വെച്ചാൽ ഇത് ട്രെൻഡ് ലൈൻ ഇവിടെ ടാപ്പ് ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. സോ പോസിബിളാണ് ഫോർത്ത് ടാപ്പ് ഇവിടെ. ഓർ ഇനി പ്രൈസ് ഇവിടെ തിരിച്ച് വരും, എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കാം. സോ മൺഡേ ഇനി ബൈ ചാൻസ് ഗ്യാപ്പ് ഡൗൺ ടു ഫ്ലാറ്റ് ഓർ സംതിങ് എന്തെങ്കിലും ഓപ്പണിംഗ് ആണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ സോ പ്രോബബ്ലി ചാൻസസ് ആണ് ഇവിടെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് എടുക്കും. റൈറ്റ്, അപ്പോൾ നമ്മളത് നോക്കുക. ഇപ്പോൾ 1 hour ചാർട്ടിൽ ഞാൻ കണ്ടായിരുന്നു ഇതൊരു പിൻബാർ പോലെ, ഇത് കണ്ടോ, പിൻബാർ പോലെ ഫോം ആയിട്ടുണ്ട് ലാസ്റ്റിൽ ഈ 1 hour ചാർട്ടിൽ ഈ റെഡ് ക്യാൻഡിൽ പിൻബാർ. സോ എന്തായി, പ്രൈസ് ഇവിടെ സസ്റ്റെയിൻ ചെയ്തു, ബുൾസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ബിയർസ് എത്ര ഹ്യൂജ് ഉണ്ടായിരുന്നു, ദെൻ താഴേക്ക് വന്നു, പിന്നെ ലാസ്റ്റ്ലി സഡൻ ബുൾസ് കയറി വന്നു, അവർ വീണ്ടും പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അതാണ് അതിൻ്റെ ലോജിക്. സോ ഇനി പ്രോബബ്ലി ആണ് മൺഡേ പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ 25,960 അബവ് സസ്റ്റെയിൻ ആയാൽ മോസ്റ്റ് ചാൻസസ് കൂടുതലാണ് നമ്മുടെ 960 സസ്റ്റെയിൻ ആയാൽ അത് കഴിഞ്ഞിട്ട് 25,000 ഇപ്പോൾ ഓപ്പൺ ആണ്. പിന്നെ 25,025 പിന്നെ സെല്ലിംഗ് സോൺ വരുന്നത് ഇതാണ് 25,100. അത് വീക്കെൻഡേ നല്ലൊരു സെല്ലിംഗ് സോണായിട്ട് മാറും കേട്ടോ, നമ്മുടെ ആ റെഡ് ക്യാൻഡലിൻ്റെ വിക്ക്. ഓക്കെ, അത് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ട്രയാങ്കിൾ, യെസ്, റെക്ടാങ്കിൾ. ഓക്കെ, ഈ റെഡ് ക്യാൻഡിൽ സെല്ലിംഗ് ജനറേറ്ററാണ് ഹ്യൂജ് ചെയ്ത് ഈ ഒരു ഇങ്ങനെ റെഡ് ആക്കി. അപ്പോൾ ഇത് നല്ലൊരു സെല്ലിംഗ് സോണായിട്ട് മാറും. ഓക്കെ, നമ്മൾ എപ്പോഴും ഇങ്ങനെ വെച്ച് വെക്കണം, ഇതൊരു സെല്ലിംഗ് സോണായിട്ട് മാറും. സോ പ്രൈസ് അവിടെ വരുവാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഒരു ലെഗ് സെല്ലിംഗ് വീണ്ടും വരാൻ ചാൻസസ് കൂടുതലുണ്ടാകും. സെല്ലിംഗ് സോണാണ് അവിടെ, ഇതിൻ്റെ അബവ് മാത്രമേ പ്രൈസ് ഇനി ബുള്ളിഷ് ആവുള്ളൂ. പിന്നെ അവിടെ ഒരു ട്രെൻഡ് ലൈൻ കൂടിയാണ്. സോ പോസിബിലിറ്റിയാണ് ഇനി ഒരു ട്രയാങ്കിളിൽ ചിലപ്പോൾ ആയിരിക്കുള്ളൂ നിഫ്റ്റി. ഉണ്ടോ, ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ ജനറേറ്റ് ആയില്ലേ. സോ അത് എങ്ങനെയാണ് ഈ ലെഗ് ഫുൾ കംപ്ലീറ്റ് ആവുന്നത് നമ്മൾ അതാണ് നോക്കണ്ടേ. ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരുമോ, അല്ലെങ്കിൽ താഴേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകുമോ. ഇതിൻ്റെ ബിലോ പോയാൽ 24,600 ബിലോ പോയാൽ ഓവറോൾ സ്ട്രക്ചർ പിന്നെ ചേഞ്ച് ആവും, പിന്നെ ബിയറിഷ്നെസ് ഒന്നുകൂടി തുടങ്ങും, പിന്നെ താഴത്തെ ലെവൽസ്. അപ്പോൾ ഫിബൊനാച്ചിയിൽ നമ്മൾ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിബൊനാച്ചിയിൽ ഞാൻ ലേണിംഗ് വീഡിയോ ആണ് ഉണ്ടാക്കുന്നത്. സോ ലോങ് ആയിരിക്കുള്ളൂ. ഓക്കെ, സോ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ എക്സാക്ട്ലി ആണ്. സോ യെസ്, ഓക്കെ. സോ പിന്നെ താഴേക്ക് കണ്ട ഫിബൊനാച്ചി നമ്മൾ സിങ്ക് ചെയ്യണമെങ്കിൽ കണ്ട നമ്മുടെ ഈ ലെവൽ കാരണം 0.5 കറക്റ്റ് അവിടെ വരുന്നുണ്ട്, 24,610 ആ ഒരു ലെവൽ തന്നെ എക്സാക്ട് വരുന്നുണ്ട് നമ്മുടെ, കണ്ടോ. അപ്പോൾ ഇനി ബ്രേക്ക് ചെയ്താൽ പിന്നെ 24,460 പിന്നെ താഴത്തെ ലെവൽ, പിന്നെ കൺസോളിഡേഷൻ ആ ഒരു ഏരിയ വരാൻ തുടങ്ങും, കൺസോളിഡേഷൻ തുടങ്ങും പിന്നെ അവിടെ. ഓക്കെ, സോ മോസ്റ്റ് പ്രോബ്ലി എൻ്റെ ഒരു അറിവ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഫീലിംഗ് എങ്ങനെയാണ്, ഈ സപ്പോർട്ട് ഫിബൊനാച്ചി ടൂൾ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്ത് കയറേണ്ടതാണ്. ഓർ പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ മൺഡേ അവിടെ നിന്ന് പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ മൺഡേ പ്രൈസ് ഇതിൻ്റെ 25,000 ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്ന ഫേസ് ചെയ്യുന്നത് ഇതിൻ്റെ 25,000. ഓക്കെ, ഇത് നമ്മൾ റെഡ് ആക്കി മാർക്ക് ചെയ്യുക റെസിസ്റ്റൻസ്. പിന്നെ അതിൻ്റെ അബവ് സസ്റ്റെയിൻ ചെയ്താൽ ദെൻ അതർ സെല്ലിംഗ് സോണിലേക്ക് പോകും. നെക്സ്റ്റ് സെല്ലിംഗ് സോൺ ഇതിൻ്റെ അബവ് പോയി പിന്നെ നേരെ മുകളിലേക്ക് പോകും. 25,100 ടു ഈ ഏരിയ ഫുൾ സെല്ലിംഗ് സോൺ ആയിരിക്കുള്ളൂ. ഈസിലി അവിടെ നിന്ന് ഒരു പ്രൈസ് മുകളിലേക്ക് പോകില്ല, ഒരു സെല്ലിംഗ് തന്നെ വീണ്ടും വരേണ്ടതാണ്. ഓക്കെ, എന്തായാലും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ബാക്കി ഇതിനകത്ത് ലെവൽസ് 50 മിനിറ്റ്സ് ചാർട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 50 മിനിറ്റ്സ് ചാർട്ടിൽ ഞാൻ വേറൊരു സംഭവം കൂടി കണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ പ്രൈസ് ഒരു പീനിയൻ പാറ്റേൺ പോലെ ഇങ്ങനെ കണ്ടോ, പീനിയൻ പാറ്റേൺ പോലെയാണ് നമ്മുടെ ഒരു ഫോം ആയത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഒരു ചെറിയൊരു ബുള്ളിഷ് മൂഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്, കണ്ടോ. യെസ്, അതിൻ്റെ ബ്രേക്ക് ഔട്ട് ലാസ്റ്റിൽ ഇവർ തന്നു. ഓക്കെ, ഇത് കണ്ടോ, എക്സാക്ട് 5 മിനിറ്റ്സ് ചാർട്ടിൽ നമ്മൾ പോകണമെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കണ്ടോ. എക്സാക്റ്റ് അവിടെ നിന്നാണ് ഇവർ പീനറ്റ് പേട്ടിലായിരുന്നു ഫുള്ള് ഇത്. ഓക്കെ, ലാസ്റ്റിൽ ഒരു എസ് എൽ ഹണ്ടിങ് നടത്തി സഡൻ ഒരു ബൈങ് വന്നു. ഓക്കെ,
സോ നെക്സ്റ്റ് നമ്മൾ ഈ നിയറസ്റ്റ് 25,890 ഇവിടെ SL ഇരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് ഒരു ലെഗ് സെല്ലിംഗ് വന്നു, ഒരു ബൗൺസ് വന്നു, ദെൻ വീണ്ടും ഇവിടുന്ന് സെലേഴ്സ് ജനറേറ്റ് ആയി, റൈറ്റ്? അപ്പോഴല്ലേ പ്രൈസ് താഴേക്ക് വന്നു. സോ ഇവിടെ സെലേഴ്സ് ആണ് ഇരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഇതിൻ്റെ അബവ് 24,095 അബവ് പ്രൈസ് പോയാൽ ഇത് റെസിസ്റ്റൻസ് ആണിപ്പോൾ 25,950 അബവ് പ്രൈസ് 95 ആണ് വരുന്നത് കേട്ടോ. 95 പ്രൈസ് സസ്റ്റെയിൻ ആയാൽ ദെൻ 25,890 ആണ്. ഓക്കെ, പോയാൽ ദെൻ നെക്സ്റ്റ് ലെവൽ 24,950 ആൻഡ് 25,000ലേക്ക് പിന്നെ പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും. അപ്പോൾ ഇവിടെ 2 SL ഉണ്ട്. ഇതിൻ്റെ SL ഇരിക്കുന്നു, പിന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇവിടെ 950 2 SL, പിന്നെ അവിടെ നിന്ന് ഒരു ഷാർപ്പ് മൂവ് മുകളിലേക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും. യെസ്. ഓക്കെ, സോ ഇത് ഇൻട്രാഡേ ലെവൽസ് നമുക്ക് ഈസിലി ഇപ്പോൾ കിട്ടി. ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ 24,890 അബവ് ഓപ്പണിംഗ് ആണെങ്കിൽ ദെൻ 950 ഇതിൻ്റെ അബവ് ഈ ലെവലിൽ ഇവരുടെ SL എടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ 25,000 പിന്നെ അപ്പർ പോർഷൻ, പിന്നെ വേറെ റെസിസ്റ്റൻസ് ഒന്നും കാണുന്നില്ല, പിന്നെ ഇവിടെ വരെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ബാക്കി നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു സജഷൻ, ജസ്റ്റ് ഒരു ലേണിംഗ് മാത്രം ഞാൻ ഇത് തരുന്നുള്ളൂ. നോക്കിയിട്ട് വേണം നമ്മളിപ്പോൾ ചെയ്യാൻ. ബാക്കി ഓപ്പണിങ്ങിലാണ് ഡിപ്പെൻഡ്. ഓപ്പണിംഗ് എങ്ങനെ ആയിരിക്കും അത് ബേസിലായിരിക്കും. ഓക്കെ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വേഗം ബാങ്ക് നിഫ്റ്റിയിൽ കിടക്കാം. നമ്മുടെ വീഡിയോ ലോങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ഓൾമോസ്റ്റ് എല്ലാം 1 hour ചാർട്ടിൽ ഞാൻ വെച്ചേക്കാം. ബാങ്ക് നിഫ്റ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് പറയണം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. യെസ്, ബാങ്ക് നിഫ്റ്റി തന്നെ ഫിബൊനാച്ചി ഞാൻ വീണ്ടും കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ 1 hour ചാർട്ടിൽ നമ്മൾ ഫിബൊനാച്ചി ലേറ്റസ്റ്റ് ഹൈ ആൻഡ് ദ ലോ നമ്മൾ വീണ്ടും പിടിക്കാം. ഓക്കെ, ലേറ്റസ്റ്റ് അടിച്ച ഹൈ, ലേറ്റസ്റ്റ് അടിച്ച ഹൈ, യെസ് ഇതാണ് ആൻഡ് ദ ലോ. ഓക്കെ, നമ്മളിങ്ങനെ പിടിച്ചു, താഴേക്ക് വെച്ചു. താഴെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തതാണ്. സോ അത് നമ്മൾ ലോ ആണ്. നമ്മൾ ഇതിൻ്റെ ഇത് നോക്കുവാണെങ്കിൽ കറക്റ്റ് ഇന്ന് ക്ലോസിങ് ആയത് ഈ ഒരു ഗോൾഡൻ റേഷ്യോ ആണ്. ഫിബൊനാച്ചിയുടെ ഈ ഗോൾഡൻ റേഷ്യോ ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയത്. 1 hour ചാർട്ടിലാണ് ഞാൻ ഇത് പറയുന്നത്. സോ ഇവിടെ നിന്ന് മോസ്റ്റ് പ്രോബ്ലി ചാൻസസ് ഉണ്ട് ഇവിടെ നിന്ന് ബൗൺസ് തരും, ഒരു ബൗൺസ്, റൈറ്റ്? ഒരു ബൗൺസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ബൗൺസ് ഏരിയ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഫിബൊനാച്ചി ബേസിലി. ഓക്കെ, അപ്പോൾ ഫിബൊനാച്ചി നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെവൽസ് വരുന്നത് 1 hour ചാർട്ടിൽ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ലെവൽസ് ആണ് ഫ്രഷ് ബൈങ് ജനറേറ്റ് ആയത് കാൻഡിൽസ്. ഓക്കെ, ഫ്രഷ് ബൈങ് ജനറേറ്റ് ആയത് ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹൈ അടിച്ചു, ദെൻ ലോ, ദെൻ ഹൈ, ദെൻ ലോ. ഓക്കെ, ഈ ഒരു ഏരിയ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ബൈങ് ജനറേറ്റ് ആയി. സോ ഈ ബൈങ് ജനറേറ്റ് ആയി ഈ ഗ്രീൻ കാൻഡിൽ. ഓക്കെ, ഫസ്റ്റ് ആ ഒരു ലെവൽ, ഫസ്റ്റ് ഈ ഒരു ലെവൽ, ദെൻ ഇവിടെ ഇത്രയും കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട് പ്രൈസ്. ഇവിടെയും ഒരു ലോ അടിച്ചിട്ട് മുകളിലേക്ക് പോയി, വീണ്ടും ഇവിടുന്ന് പിൻബാർ അടിച്ചിട്ട് വീണ്ടും പ്രൈസ് പോയി. സോ ഈ ഒരു 2 ലോ ആണ് ഞാൻ ഇതൊരു ഗ്രീൻ സോൺ ആക്കി നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. സോ ഇവിടെ നിന്ന് പോസിബിലിറ്റി ഉണ്ട്, ഇവിടെ നിന്ന് വീണ്ടും ഇവിടെ ഈ സോണിൽ വന്നാൽ വീണ്ടും പ്രൈസ് അവർ മുകളിലേക്ക് പോകും. അത് നിയറസ്റ്റ് അതിനടുത്ത് തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത്. സോ ചിലപ്പോൾ അത് വരികയാണെങ്കിൽ സഡൻ താഴേക്ക് വന്നിട്ട് സഡൻ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. നമ്മളവിടെ പ്രൈസ് ആക്ഷൻ നോക്കണം. 5 to 15 minutes ചാർട്ടിൽ പോയി നോക്കണം, ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നോക്കണം, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഹയർ ഹൈ അടിക്കണുണ്ടോ ഇല്ല അതുകൊണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. അല്ലെങ്കിൽ ചുമ്മാ ക്യാൻഡിൽ താഴേക്ക് വരും നമ്മളിവിടെ നിന്ന് ചുമ്മാ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ലോസ് ആയിരിക്കും ഉള്ളത്. പ്രൈസ് ആക്ഷൻ, ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ പ്രൈസ് ആക്ഷൻ വേണം നോക്കാൻ. പ്രൈസ് ആക്ഷൻ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ പോയി നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഓക്കെ, കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ചിലപ്പോൾ വീഡിയോ ലോങ് ആയിക്കൊണ്ടെങ്കിൽ ഇഷ്ടമാവും എന്നറിയില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ കൂടി വരച്ച് വെക്കണം. അത് റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ 15 minutes ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സപ്പോർട്ട് നമ്മുടെ ഇതായി. പിന്നെ റെസിസ്റ്റൻസ് വരുന്നത് നിയറസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഇതാണ് 50,985. ഓക്കെ, അതൊരു നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട്സ് ഒന്നും എന്തായാലും ഞാൻ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് ആണ് നിയറസ്റ്റ്. ഇത് റെഡാക്കി മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ 15 minutes ചാർട്ടിൽ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ 15 minutes ചാർട്ടിൽ യെസ് അത് തന്നെ കണ്ടോ, ഇവിടെ ഒരു ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയി. ഇവിടെ ഈ റെഡ് ക്യാൻഡിൽ കണ്ടോ, ഇതിനനുസരിച്ച് ഇതിന് അബവ് സസ്റ്റെയിൻ ആയ നെക്സ്റ്റ് റെസിസ്റ്റൻസ് പറയുന്നത് ഇതായിരിക്കും 51,065. ഓക്കെ,
സോ ഇത് സെല്ലിംഗ് സോൺ ആയിരിക്കുള്ളൂ. ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ മുകളിലത്തെ മൂവ് നമുക്ക് കിട്ടുകയുള്ളൂ. മുകളിലെ പിന്നെ ഇവിടെ വരെ കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. 50,000 330 339 ഓർ യെസ് ഫസ്റ്റ് ഇത് വെച്ചേക്കും 51,245. അതെന്താ ഇവിടെ സപ്പോർട്ട് എടുത്തു, പിന്നെ ഇവിടെ സപ്പോർട്ട് എടുത്തു, പിന്നെ ഇവിടെ സപ്പോർട്ട്. സോ ഇത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാറും. 24,250 റൗണ്ട് നമ്പർ ആയിരിക്കും. 24,250. യെസ് ഓക്കെ. സോ പ്രൈസ് ഇൻ കേസ് മൺഡേ ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ സെല്ലിംഗ് സോൺ ആയിരിക്കുള്ളൂ. ഇവിടുന്ന് വീണ്ടും വീക്ക്നെസ്, അല്ലെങ്കിൽ ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ ഇങ്ങനെ. ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ക്ലിയർ സ്ട്രക്ചർ ഇപ്പോൾ കാണുന്നില്ല. ബാങ്ക് നിഫ്റ്റി ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ വീക്ക്നെസ് വരുള്ളൂ. ഇത് ബ്രേക്ക് ചെയ്യണം. ഓക്കെ. ഇതിനേക്കാളും ബെറ്റർ എനിക്കിപ്പോൾ നിഫ്റ്റിയാണ് തോന്നുന്നത്. റീസൺ ഞാൻ ഫിബൊനാച്ചി വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ ആ ഒരു നമ്മൾ നോക്കുവാണെങ്കിൽ നിഫ്റ്റി നമ്മുടെ മറ്റത്തുണ്ട്. ഫിബൊനാച്ചിയുടെ 0. ബുള്ളിഷ് സോണിലാണ് നമ്മുടെ 0.50 ഞാൻ പറയാറുണ്ടല്ലോ. അതാണ് നമ്മുടെ മെയിനായിട്ട്. പക്ഷേ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ ഫിബൊനാച്ചി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി താഴെ ഗോൾഡൻ റേഷ്യോയിലാണ് കിടക്കുന്നത്. ലാസ്റ്റത്തെ ഗോൾഡൻ റേഷ്യോയിലാണ് കിടക്കുന്നത്. സോ കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. ബാങ്ക് നിഫ്റ്റി ബൗൺസ് തരുവാണെങ്കിൽ സെല്ലിംഗ് വീണ്ടും വരും. അത്രയ്ക്ക് പക്ക സ്ട്രക്ചർ കിട്ടത്തില്ല. ഒരു ട്രയാങ്കിൾ പോലെ പാറ്റേൺ ഉണ്ടാക്കാൻ ചാൻസസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. കൺസൾട്ടേഷൻ അതൊക്കെ ആയിരിക്കുള്ളൂ. ബട്ട് ഇതിൻ്റെ ബില്ലോ ആണെങ്കിൽ മോർ ഫോൾ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ. 50,340 ഇതിൻ്റെ ബില്ലോ ആണെങ്കിൽ ഇതിന് നമ്മുടെ 50,000 റൗണ്ട് നമ്പറാണ്. 50,000 ആൻഡ് 49,650 നല്ല വീക്ക്നെസ് പിന്നെ ഷോ ചെയ്യും ബാങ്ക് നിഫ്റ്റി. യെസ് ഇത് ഈ ഒരു 49,950 ആണ് നമ്മുടെ ആ ഒരു സപ്പോർട്ട് സോൺ വരുന്നത്. റൈറ്റ്. ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ. യെസ് ഇതാണ് നമ്മുടെ സപ്പോർട്ട് സോണായിട്ട് നെക്സ്റ്റ് ലെവൽ ബാങ്ക് നിഫ്റ്റിയുടെ. ഇപ്പോൾ അടിച്ച ലോ ഇത് ബ്രേക്ക് ചെയ്താൽ ഏതാ നമ്മുടെ ഈ ലോ ബ്രേക്ക് ചെയ്താൽ ദെൻ ഈ നമ്മുടെ ഇവിടെ പിൻ ബാർ അടിച്ച ലോ ഇതൊക്കെ ബ്രേക്ക് 50,330 ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീക്ക്നെസ് 50,000 ആൻഡ് 49,935 ഇതൊക്കെ 960 ആണ്. സോ 940 ആണ് എക്സാക്ട്. 49,940 ആണ്. ഓക്കെ. ബാക്കി ഇനി മൺഡേ നോക്കാം. മൺഡേ ഓപ്പണിംഗ് എങ്ങനെയാണ് അതിൽ ആ ബേസിലായിരിക്കുള്ളൂ. മൺഡേ ഐ തിങ്ക് ബെറ്റർ ബാങ്ക് നിഫ്റ്റിനേക്കാളും ബെറ്റർ നിഫ്റ്റി ആയിരിക്കുള്ളൂ. മീൻസ് ഇഫ് ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, പിന്നെ ഗ്യാപ്പ് ഡൗൺ മീൻസ് നെഗറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം. നെഗറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുക, താഴേക്ക് വരും ബാങ്ക് നിഫ്റ്റി. പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ഇപ്പോൾ നെഗറ്റീവ് കാണിക്കുന്നത് എന്താ? ബാങ്ക് നിഫ്റ്റിയാണ് കാണിക്കുന്നത്. റൈറ്റ്. പോസിറ്റീവ് ആണെങ്കിൽ ഗ്യാപ്പ് പോസിറ്റീവ് നമ്മൾ ഒരു CE എടുക്കാനാണെങ്കിൽ നമ്മൾ നിഫ്റ്റിയിൽ ട്രൈ ചെയ്യുക. PE എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ട്രൈ ചെയ്യുക. ഓക്കെ. സോ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു സോ മച്ച്.